ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? ജയന്തി പട്നായിക്. സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1996 മാർച്ച് 14. ഐക്യരാഷ്ട്ര സംഘടന ആരംഭിച്ച ആദ്യത്തെ ദിനാചരണം ഏത്? മനുഷ്യാവകാശ ദിനം. കേരളത്തിലെ ഏക വനിതാ ജയിൽ എവിടെയാണ്? നെയ്യാറ്റിൻകര. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതെന്ന്? 1948 ഡിസംബർ 10. കേരളത്തിലെ ആദ്യത്തെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? നീണ്ടകര. ഇന്റർപോളിന്റെ ഔദ്യോഗിക ഭാഷകൾ ഏതെല്ലാം? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, അറബി എന്നിവയാണ് ഇന്റർപോളിന്റെ ഔദ്യോഗിക ഭാഷകൾ. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകൾ ഉണ്ട്? 3. ലോകത്തിലെ ഏറ്റവും കൂടുതൽ തടവുകാരുള്ള രാജ്യം ഏത്? അമേരിക്ക. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുകളുണ്ട്? 3. അത് എവിടെയെല്ലാമാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം, വിയ്യൂർ, തൃശ്ശൂരാണ്. മറ്റൊന്ന് കണ്ണൂർ. ഏറ്റവും വലിയ ജയിൽ എന്ന് പറയുന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലാണ്, പൂജപ്പുരയിലുള്ള. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ഡൽഹിയിലെ തിഹാർ ജയിലാണ്. 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കുന്നവരെ പാർപ്പിക്കുന്നത് ജില്ലാ ജയിലുകളാണ്. കേരളത്തിൽ എത്ര ജില്ലാ ജയിലുകളുണ്ട്? 3. കേരളത്തിൽ സെൻട്രൽ ജയിലുകളുള്ളത് 3 ജില്ലകൾ: തിരുവനന്തപുരം, വിയ്യൂർ, കണ്ണൂർ. കേരളത്തിൽ ജില്ലാ ജയിലുകളും അതുപോലെ 3 അതുള്ളത് കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം. മഗ്ന കാർട്ട ഒപ്പുവെച്ചത് എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിലെ റണ്ണമേഡ് മൈതാനം. മഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച ഇംഗ്ലണ്ടിലെ രാജാവ് ആര്? ജോൺ രാജാവ്. ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷയായി നേപ്പാളി ഭാഷ ഉപയോഗിക്കുന്ന സംസ്ഥാനം ഏത്? സിക്കിം. ഏത് പോലീസ് സേനയുടെ ആസ്ഥാനമാണ് ന്യൂ സ്കോട്ട്ലാൻഡ് യാർഡിൽ സ്ഥിതി ചെയ്യുന്നത്? മെട്രോപൊളിറ്റൻ പോലീസ് സർവീസ്, ലണ്ടൻ. എന്തിനെ കുറിച്ചറിയാനാണ് ബ്ലാക്ക് നോട്ടീസ്? അജ്ഞാത ശവശരീരങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ പക്ഷിശാസ്ത്രജ്ഞൻ ആരാണ്? സലിം അലിയാണ്. സലിം അലിയുടെ ആത്മകഥയാണ് ഒരു കുരുവിയുടെ പതനം. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. കേരളീയനായ പക്ഷിശാസ്ത്രജ്ഞനാണ് ഇന്ദുചൂഡൻ. ഓർമ്മ, ചിന്ത, വികാരം എന്നിവയുടെ കേന്ദ്രം ഏതാണ്? സെറിബ്രം. ശരീരത്തിന്റെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രമാണ്. സെറിബ്രത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം. ഭാവന, ചിന്ത, കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ചൂട് എന്നിവയെല്ലാമാണ് സെറിബ്രവുമായി ബന്ധപ്പെട്ടവ. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏത്? ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ചൈന എന്നിവയാണ് ഓപ്ഷനിലുള്ളത്. ഉത്തരം ഇന്തോനേഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം കാനഡയ്ക്കും ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഇന്തോനേഷ്യയ്ക്കുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അതുപോലെ മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും ഗുജറാത്താണ്. രാജ്യസഭയിലെ എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം? 12 അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത്? മുംബൈ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്.
സ്ഥാപിതമായത് 1775-ലാണ്. മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉള്ളത്. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയാണ് സെൻസെക്സ്. കൊണാർക്ക് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഒറീസ. ബ്ലാക്ക് പഗോഡ എന്നും അറിയപ്പെടുന്നത് കൊണാർക്കിലെ ഈ സൂര്യക്ഷേത്രമാണ്. ഒറീസയിലെ പുരി ജില്ലയിലാണ് ഇതുള്ളത്. ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമനാണ് സൂര്യക്ഷേത്രം പണി ചെയ്തത്. ചക്രക്ഷേത്രം എന്നും ഈ അമ്പലത്തിന് പേരുണ്ട്. ബ്ലാക്ക് പഗോഡ, സൂര്യക്ഷേത്രം, ചക്രക്ഷേത്രം എന്നും ഈ അമ്പലത്തിന് പേരുണ്ട്. പണി ചെയ്തത് ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമൻ. നരസിംഹദേവൻ ഒന്നാമനാണ് ബ്ലാക്ക് പഗോഡ അഥവാ സൂര്യക്ഷേത്രം പണി ചെയ്തത്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ വിജയത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. രണ്ടാം ലോകമഹായുദ്ധം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് മാക്മില്ലർ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഏക വനിത മാർഗരറ്റ് താച്ചർ. കേരളത്തിൽ യഹൂദരുടെ ആരാധനാലയം എവിടെയാണ്? മട്ടാഞ്ചേരി. എറണാകുളം ജില്ലയിലാണ് മട്ടാഞ്ചേരി. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമാണ് തോറ. ലോകത്തിലെ ഏക യഹൂദ രാഷ്ട്രമാണ് ഇസ്രായേൽ. യഹൂദന്മാർക്ക് പ്രത്യേക രാഷ്ട്രം രൂപം നൽകാനായി ഉടലെടുത്ത പ്രസ്ഥാനമാണ് സയണിസം. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ. ആറ്റോമിക സംഖ്യ 1 മൂലകവുമാണ് ഹൈഡ്രജൻ. പ്രപഞ്ചത്തിലെ ഏറ്റവും അധികമുള്ള മൂലകവും ഇതാണ്. ഹൈഡ്രജൻ ഹീലിയവുമായി മാറുന്ന അണുസംയോജനമാണ് നക്ഷത്രങ്ങളിൽ നടക്കുന്നത്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷാണ്. ചാണക്യൻ ആരുടെ സഭയിലെ പ്രധാനമന്ത്രി ആയിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. കാളിദാസൻ ഉൾപ്പെടെയുള്ള നവരത്നങ്ങൾ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ സദസ്സിനെയാണ് അലങ്കരിച്ചത്. അഷ്ടദിഗ്ജനങ്ങൾ എന്നറിയപ്പെട്ട മന്ത്രിസഭ ആരുടേതായിരുന്നു? കൃഷ്ണദേവരായർ. ശിവജിയുടെ മന്ത്രിസഭ അറിയപ്പെട്ടത് എപ്രകാരമായിരുന്നു? അഷ്ടപ്രധാൻ. കേരള സാക്ഷരതാ മിഷന്റെ പുതിയ പേരെന്ത്? ലിപ് കേരള മിഷൻ. ആധാർ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആര്? അതുൽ സുധാകർ റാവു ആധാറിന്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത്. ലീപ് കേരള മിഷന്റെ മുദ്രാവാക്യം എന്ത്? സാക്ഷരത കേരളത്തിൽ നിന്ന് സാംസ്കാരിക കേരളത്തിലേക്ക്. കേന്ദ്ര സർക്കാരിന്റെ ഏത് പദ്ധതി പ്രകാരമാണ് കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത്? സ്വർണ ജയന്തി സഹകാരി റോസ്ഗാർ യോജന. സ്വർണ ജയന്തി സഹകാരി റോസ്ഗാർ യോജന. കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1999 ഏപ്രിൽ 1. അമ്മാഹസ്തം എന്ന പദ്ധതി ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് നടപ്പാക്കിയത്? ആന്ധ്രാപ്രദേശ്. മഞ്ഞ സൂര്യന് നടുവിൽ ചെറു വിരലടയാളം ഉള്ള ലഘുചിത്രം എന്തിൻ്റെ ചിഹ്നമാണ്? ആധാർ. മഞ്ഞ സൂര്യന് നടുവിൽ വിരലടയാളം ഉള്ള ലഘുചിത്രം എന്തിൻ്റെ ചിഹ്നമാണ്? ആധാർ. ആധാർ പദ്ധതി എന്ന് ആര് ഉദ്ഘാടനം നിർവഹിച്ചു? 2010 സെപ്റ്റംബർ 29 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. കെ മാണി സെന്റർ ഫോർ ബഡ്ജറ്റ് സ്റ്റഡീസ് പ്രവർത്തിക്കുന്നത് എവിടെ? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ.
ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി പ്രകാരം ഒരു മാസം 200 രൂപ ഏത് പ്രായക്കാർക്കാണ് നൽകി വരുന്നത്? 60 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവർക്ക്. മലയാള ഭാഷയുടെ വികാസത്തിനും വിജ്ഞാന സാഹിത്യ പ്രവർത്തനങ്ങൾക്കും പ്രചാരം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പ്രസ്ഥാനം? കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്.